നമ്മുടെ രവി ബസ്രൂറിനെ അറിയോ? കമ്പോസറാണ്. മാക്രോ എന്ന സിനിമയുടെ പാട്ട് എഴുതിയാളെ ബ്ലഡ് എന്ന പാട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ. പാവം പയ്യനെ പിടിച്ചാണ്ട് ദൂരെ കളഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല സംഭവിച്ചത്. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ളതാ. സിനിമയുടെ പേര് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക സിനിമയുടെ പ്രൊമോഷൻ തന്നെയാണ്. കാരണം രവി ബസ്രൂർ എന്ന് പറയുന്ന ഒരു കമ്പോസർ ഒരു പാട്ട്, അതായത് കുറെ ലാംഗ്വേജിൽ ഈ പാട്ടുണ്ട്. അപ്പൊ തെലുങ്ക്, കന്നഡ ഇതിലൊക്കെ പാടുന്നത് നമ്മുടെ ഇയാൾ തന്നെയാണ്. അപ്പൊ സന്തോഷ് വെങ്കിയാണ്. അപ്പൊ സന്തോഷ് വെങ്കിയെ കൊണ്ട് ഓൾറെഡി പാട്ട് പാടിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ട് ആദ്യമായി റിലീസ് ചെയ്യുന്നത് ഡബ്സിയുടെ ശബ്ദത്തിലാണ്. ഡബ്സിക്ക് അതിന് നല്ല പൈസ ഇട്ടിരുന്നു. ആ ഒരു ശബ്ദം ആളുകൾക്ക് ആ ഒരു സുഖം തോന്നിയില്ല ആ പാട്ടിനോട്. അതുകൂടാതെ ആ വരികൾക്ക് ഒരു ക്ലാരിറ്റിയും ഇല്ല. ഒരു മലയാളിയായിട്ടൊരു ഗായകൻ പാടിയിട്ടത് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞൊരു സംഭവം നടന്നിരുന്നു. അപ്പൊ സന്തോഷ് വെങ്കിയെ കൊണ്ടുകൊടുന്ന് പാടിപ്പിച്ചപ്പോ ആളുകൾ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് നടക്കുക. പക്ഷെ പിന്നെ ആളുകൾക്ക് കുറച്ച് പോരാ എന്നുള്ള സാഹചര്യം പിന്നെയും വന്നു. ഓക്കെ, എന്തോ ആവട്ടെ, എന്തായാലും സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമാണെന്ന് ഉറപ്പാ. ഇതിന്റെ പ്രതികരണമായിട്ട് ഡബ്സി കഴിഞ്ഞ ദിവസം ഒരു ശബ്ദം അദ്ദേഹത്തിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. അതൊന്ന് കേട്ടോക്കാം. ഡബ്സിയാണ്. പിന്നെ ഒരു ചെറിയ ഇമ്പോർട്ടന്റ് കാര്യം അപ്ഡേറ്റ് ചെയ്യണോന്ന് വിചാരിച്ചേക്ക, വേണോ വേണ്ട വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമനെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്ന് എയറിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഇത് പറയാനുള്ള എന്താ വെച്ചാല്, ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർക്ക് ഞാൻ ചോദിച്ച കായ് അവർക്ക് തന്ന് ഞാൻ പോയി പ്ലേ ബാക്കൊക്കെ പാടി കൊടുത്ത് പോന്നു. അതിനുശേഷം ഞാൻ അത് റിമൂവ് ചെയ്യേ, അത് വെക്കുക, അതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. ഇതിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സംഭവമായിട്ട് ഞാൻ പറയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിലോ, ഐ എം ജസ്റ്റ് എ പ്ലേ ബാക്കിംഗ് എന്നുള്ളൊരു മൂഡിൽ മാത്രമാണ് പാട്ട് ചെയ്ത്. അതിന്റെ കമ്പോസറും മറ്റേ ഇതൊന്നും ഞാനല്ല. അപ്പോൾ അതിന്റെ പോരായികകൾ തീർക്കല് ആ വ്യക്തിയുടെ, ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ്. ലൈക്ക് എ ഡയറക്ടർ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. സോ ഇറ്റ്സ് ഇതിനെ ബാധിക്കുന്ന കേസല്ലാന്ന് പറയാണ്. രണ്ട് കഷ്ണമുണ്ട്. രണ്ടാമത്തെ നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നാണ് ഡബ്സി പറയുന്നത്. ഈ ന്യൂജൻ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദമാണ് ഡബ്സിയുടെ. ഡബ്സിയുടെ കുറെ പാട്ടുകൾ ഇഷ്ടമാട്ടോ. എല്ലാ പാട്ടുകളും മോശം ഞാൻ പറഞ്ഞില്ല. ചില പാട്ടുകൾ ശരിയാവാറില്ല. എന്തോ നമുക്ക് നമ്മളെ ഇഷ്ടങ്ങൾ പറയാലോ. അദ്ദേഹത്തിന്റെ ചില പാട്ടുകൾ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, എന്തോ ആവട്ടെ. എന്തായാലും അദ്ദേഹത്തിന്റെ ശബ്ദം പല ആളുകൾക്കും ഇഷ്ടമാണ്. ഒരുപാട് റീൽസ് ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ആവേശം സിനിമത്തെ പാട്ടൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കഴിവുകേടല്ല, മ്യൂസിക് കമ്പോസറുടെ കഴിവുകേടാണ്. അവരെനിക്ക് പാടിയതിന് പണം തന്നു. ഒരു പണത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരാളായിട്ട് ഒരു കലാകാരൻ മാറുമ്പോ അയാൾക്ക് ആ കലയോടുള്ള സ്നേഹം ഉണ്ടല്ലോ, അത് വെറും ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി മാത്രം മാറുകയും പിന്നീട് അതിൽ ശോഭിക്കാൻ കഴിയാത്തൊരവസ്ഥയും വരും. നമ്മൾ കുറെ ആളുകൾ കണ്ടിട്ടുണ്ട് അതേപോലെ. അപ്പൊ ഞാൻ പണം വാങ്ങി പാടി, ജസ്റ്റ് ഒരു പാട്ട് പാടി, അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു ഗായകൻ എന്ന് പറയുമ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആളുകളുടെ മനസ്സിനുള്ളിലാണ്. അപ്പൊ ഏതൊരു കാലം കഴിഞ്ഞാലും, ഇനി ഒരുപാട് വർഷം കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഒരു സിനിമയിൽ ഔട്ടാവോ നിലനിൽക്കുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഔട്ടായി എന്ന് തന്നെ കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ആളുകൾ ആദ്യം പറയാ മാർക്കോ എന്ന സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, ആ ഒരു പാട്ട് ഇഷ്ടപ്പെടാതെ അദ്ദേഹത്തിനെ തൂക്കി വേറെ ആളെ കൊണ്ട് പാടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വരില്ലേ. അപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ തോന്നി. ഇനി രണ്ടാമത്തെ ക്ലിപ്പ്. ഒരു വ്യക്തികളോട് പോയിട്ട് പോലും ഒരു കൊളാബറേഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് വന്നിട്ടില്ല. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഇത്രയും പാട്ടുകൾ ചെയ്തു, സപ്പോർട്ട് ചെയ്ത് നിങ്ങളാണ്. അപ്പോ ഇത് നിങ്ങളോട് പറയണം തോന്നി. ദാറ്റ്സ് വൈ ഐ ആം സേയിങ്. ലൈക്ക് ഞാൻ ഒരു ചെറിയ യൂറോപ്പ് യാത്രയുടെ ഇടയിലായിരുന്നു. സോ 2-3 പാട്ടുകൾ ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് അതിന്റെ തിരക്കും. See guys, thank you so much for the support. ഈ തിരക്ക് എന്നും ആവശ്യമുണ്ടെങ്കിൽ, ഈ സെലിബ്രിറ്റി പദവി എന്നും ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് 150% കൂറ് പുലർത്തുക എന്നുള്ളതാണ്. കാരണം നിങ്ങളെ കുറിച്ച് ആ ഒരു ശബ്ദമല്ല ആളുകൾ പറഞ്ഞത്, വാക്കുകൾ കൃത്യമായില്ല എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞ കാര്യം പക്കയാണ്. കമ്പോസർക്ക് യാതൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ അത് ഒറിജിനൽ പാട്ടായിട്ട് അവർ വിടും. അവരത് ചിന്തിച്ചില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ചെയ്തതാവും. കാരണം സ്പോട്ടിൽ സന്തോഷ് വെങ്കിയെ കൊണ്ട് ആ പാട്ട് പാടിക്കണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാട്ട് തന്നെ അവരവിടെ പാടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആളുകൾ അതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതുപോലെ തന്നെ ഒരു ഗായകനെ വെച്ചിട്ട് എന്തായാലും കളിക്കുന്ന മോശമാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ അടുത്ത് ദൂരെ കളഞ്ഞു എന്ന് പറഞ്ഞ സാധനം നുണയാണ്. ആളിപ്പോൾ യൂട്യൂബിൽ ആ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട്. സന്തോഷ് വെങ്കിയേക്കാൾ കൂടുതൽ റീച്ച് ഈ ഒരു പാട്ടിന് കിട്ടി. 2 ലക്ഷം തന്നെ മാർക്കോ എന്ന സിനിമയുടെ പ്രൊമോഷൻ. ഇനി നമ്മളൊന്നും ചിന്തിക്കാത്ത, നമുക്കറിയാത്ത ഒരു കാര്യം ഇതിന് പിന്നിലുണ്ടെങ്കിലോ എന്നുള്ളതാണ്. സീക്രട്ട് ഏജന്റ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ഒരു സിനിമക്കകത്ത് ഇനിയും പാട്ടുകൾ
ഡബ്സി പാടിയിട്ടുണ്ടെങ്കിലോ വൈറലാവാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലോ അതൊക്കെ ഒരു സാധ്യതയാണ് അല്ലെ. ഇപ്പൊ നല്ല റീച്ച് എന്തിനു കിട്ടിയിട്ടുണ്ട്, മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്ന്, അതിന്റെ ടീസർ വന്നപ്പോ വയലൻസ് പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് തട്ടി. അത് കഴിഞ്ഞ് രണ്ടാമത് പാട്ട് വരുമ്പോൾ പ്രശ്നം വരുന്നു, വീണ്ടും അടുത്ത പാട്ട്, അതേ പാട്ട് തന്നെ വേറെ ആളെ കൊണ്ട് പാടിച്ചു വെക്കുന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി വന്നപ്പോ എന്തായാലും ഒരു കമ്മിറ്റ്മെന്റും കലയോട് ഇല്ലാത്തതുപോലെയാണ് ഡബ്സി സംസാരിച്ചത്. കല എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ തൊണ്ടയാണ് അല്ലെ, ആ തൊണ്ടയൊന്ന് ഇടറുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇത്രയും കാലം അഹങ്കരിച്ചതൊക്കെ പോവേ. അപ്പോ പറയുന്ന വാക്കുകളിൽ കുറെ മണ്ടത്തരുണ്ട്. നിങ്ങളുടെ പാട്ടുകൾ എന്തായാലും അത്യാവശ്യം നല്ല ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഈ ഒരു ജനറേഷനിൽ നല്ല ഇഷ്ടമുള്ള ഒരു ഗായകനായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പൈസ തന്നു ഞാൻ പാടി, അത്രേ ഉള്ളൂ. ഒക്കെ കമ്പോസറുടെ തെറ്റാ. അങ്ങനല്ലല്ലോ, നമുക്ക് കിട്ടുന്ന സാധനത്തിന് ഞാൻ പറയുന്ന വാക്കുകൾ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അത് ആളുകൾക്ക് രജിസ്റ്റർ ആവുന്നില്ല എന്ന് തോന്നുമ്പോൾ പ്രശ്നം. ഇവിടെ വരികൾ എഴുതിയത് കൊണ്ടാണ് മനസ്സിലായത്, വേറൊന്നും പറയുന്നില്ല. പാട്ട് എന്തായാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല രണ്ടാള് പാടിയതും രസമൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഏകദേശം തുല്യമായിട്ട് തന്നെ കിടക്കണത്. രണ്ട് ഡിഫറെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകളോ ക്ലാരിറ്റി അത് മാത്രമേ മാറിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ കണക്കാം. പിന്നെ ഒരു കിടിലം മ്യൂസിക് ആയിട്ട് എനിക്ക് അത് തോന്നിയിട്ടുമില്ല, ഒരു കുഴപ്പമില്ലാത്തൊരു സാധനമായിട്ടേ തോന്നിയിട്ടുള്ളൂ. അതായത് ഹൈപ്പ് കിട്ടാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. ഓക്കെ, എന്തായാലും ഡബ്സി എന്ന് പറയുന്ന ഗായകൻ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അയൽവാസിയാണ്, എന്റെ ഇവിടെ എടപ്പാളാണ് ആള്, ചങ്ങരകുളം പന്താവൂര് പറഞ്ഞ തൊട്ടടുത്ത് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ കുറെ മുമ്പ് കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹം എനിക്കത് ഈ ഒരു രീതിയിലല്ല, അന്നൊരു സാധാരണക്കാരനായിരുന്നു. ഇന്ന് സാധാരണത്തിൽ നിന്നും അസാധാരണത്തിലേക്ക് കടന്നു. ആളുകൾ പണം കൂടുന്തോറും ആളുകൾ മാറുമല്ലോ, ചേഞ്ച് ആവുമല്ലോ. ആ ചേഞ്ച് തന്നെ ആൾക്കും വന്നിട്ടുള്ളത്. കുറെ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മായാനദി എന്ന സിനിമയിലെ പാട്ട് പോലെ നശിപ്പിച്ചത് അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും അത് അടിപൊളിയായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ ടോപ്പ് ആയിരിക്കും അത്. അവിടെ കണ്ടുകൊണ്ടിരുന്ന കേട്ടിരുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതൊരു ഫെസ്റ്റിവൽ മോഡ് അവരുണ്ടാക്കിയെടുത്തതാണ്, അത് അവർക്ക് വേണ്ടി മാത്രം കേൾക്കാനുള്ളതാണ്. പുറത്തേക്ക് എത്തിയപ്പോൾ അത് നമുക്ക് വേറൊരു രീതിയിലേക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അതത്രേ ഉള്ളൂ. അപ്പൊ എന്റെ സ്വാതന്ത്ര്യമാണ് എന്ത് പാടണമെന്നും എന്ത് പാടണ്ട എന്നുള്ളതൊക്കെ. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അത് ഇഷ്ടമാണ് ഇഷ്ടമല്ലല്ലോ അല്ലെങ്കിൽ അല്ലല്ലോ എന്ന് പറയേണ്ടത് അല്ലെ. ഒന്നും പറയുന്നില്ല. മാർക്കോ എന്ന സിനിമ എന്താകുമെന്ന് നമുക്ക് തിയേറ്ററിൽ വെച്ച് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിൽ ഇദ്ദേഹത്തിന്റെ വേറെ പാട്ടുണ്ടോ എന്നും നമുക്ക് കണ്ടറിയാം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പോൾ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.